നിതു നാഗേന്ദ്രൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഏതൊരു പ്രായക്കാർക്ക് വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫേസ് പാക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്ന. ഫേസ് പാക്കാണ് എഗ് ഫേസ് പാക്കാണ് കേട്ടോ. അടിപൊളി ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു 100% നമ്മുടെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, പിമ്പിൾസ് ഇതെല്ലാം മാറി നമ്മുടെ ഫേസൊക്കെ നല്ല ഗ്ലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വരും എൻ്റെ കൂട്ടത്ത്. ഫേസ് പാക്ക് തയ്യാറാക്കേണ്ട എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. അതായത് ഇത് കടലമാവാണ് കേട്ടോ. കടലമാവ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാല് കേട്ടോ ഗൈസ്, പാല്, പിന്നെ എഗ്ഗില്ലാതെ എന്ത് എഗ് ഫേസ് പാക്ക് അല്ലേ. അപ്പോൾ ഈ എഗ്ഗ് നമ്മൾ വേവിച്ചെടുത്തതാണ് കേട്ടോ, പുഴുങ്ങിയതാണ് കേട്ടോ. ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് വേവിച്ചതെന്നൊക്കെ പറയാറുണ്ട്, പെട്ടെന്ന് അതാണ് എനിക്ക് വന്നത് ഗൈസ് അങ്ങനെ. അപ്പോൾ ഇത് പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ നമുക്ക് ഈ പുഴുങ്ങിയ മുട്ടയെല്ലാം നമുക്ക് വേണ്ട, ഇതിനകത്തുള്ള മഞ്ഞ എടുത്താൽ മതി കേട്ടോ. കാണിക്കാൻ വേണ്ടി ഇതൊന്നും നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതായത് ഇതെല്ലാം ഇളക്കി അതിൻ്റെ മഞ്ഞക്കുരു ഒന്നും എടുത്ത് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു. ഗൈസ് കണ്ടില്ലേ, ഇതാണ് ഗൈസ്. ഇനി ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഇതെന്തായാലും കളയണ്ടല്ലോ, ഇതൊന്ന് ഞാൻ കഴിക്കട്ടെ ഗൈസ്. ഇതാണ് നമുക്ക് എടുക്കാം. കണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ പൊടിച്ചു കൊടുക്കാം. അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നമ്മുടെ ഫേസിലുള്ള ടാനൊക്കെ മാറാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. കണ്ടല്ലോ ഇതിലോട്ട് നമുക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവ് മാറ്റി വയ്ക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചെറിയ ബൗൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ബൗൾ വാങ്ങിക്കണം. കണ്ടല്ലോ, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. കണ്ടല്ലോ, ഇതുപോലെ ആക്കി. ഇനി കുറച്ചുകൂടെ പാലൊഴിച്ചു. ഇപ്പോൾ ഇതൊരു ഐസ്ക്രീം പോലെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഇതിലാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്.
നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇനി ഇതിങ്ങനെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് ശേഷം കാണാം ഗൈസ്. ഒരു 10 മിനിറ്റ് ശേഷം ഞാൻ എഗ് ഫേസ് പാക്ക് എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മുടെ ഫേസിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതായത് ബ്യൂട്ടി പാർലറിലൊന്നും പോയി പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ല ഗൈസ്. അപ്പോൾ ചെറിയ ചെറിയ പൊടിക്കൈകൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷനും പിന്നെ അതുപോലെ തന്നെ പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്സ് അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഫേസ് നല്ല എന്താ പറയണ്ടേ ഗ്ലോ ഒക്കെ ഉണ്ടാവാൻ വേണ്ടി ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഒരാഴ്ചയിൽ 3 ദിവസമൊക്കെ നമുക്ക് ചെയ്യാം ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് റൈസ് വാട്ടർ, അതായത് റൈസ് കഴിയുന്ന വാട്ടർ നമുക്ക് 3 or 4 വെള്ളം കഴുകിയതിന് ശേഷമുള്ള ആ വാട്ടർ എടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഗ്ലോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ്ടേ ഇത് എഗ് ഫേസ് പാക്ക് എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഒരു 10 മിനിറ്റ് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഒരു ഐസ്ക്രീം പരുവത്തിലുണ്ട് ഗൈസ്. ഇതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇതാണ്. ഞാൻ കൂടുതലും ചെയ്യുന്നത് ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളില്ലാത്ത വീഡിയോസാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് ഗൈസ്. ചെറിയ ചെറിയ പൊടിക്കൈകളാണ് കേട്ടോ ഇതൊക്കെ. എപ്പോഴും നിങ്ങളുടെ ഫേസിൽ ഇതുപോലുള്ള ടിപ്സുകൾ ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ സൈഡിലായിട്ട് കണ്ണിൻ്റെ താഴെയായിട്ട് കേട്ടോ കുറച്ച് മാറ്റിയാണ് നമ്മൾ ഇടാവുള്ളത് കേട്ടോ. അതായത് കണ്ണിൻ്റെ ഇവിടെ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കണ്ണിൻ്റെ ഈ സൈഡിലായിട്ട് മാറ്റിയാണ് നിങ്ങൾ ഇടാനുള്ളത് കേട്ടോ. ഇത്രയും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഉണ്ടാവണം. കണ്ണിൻ്റെ താഴെ കറുപ്പുണ്ടെങ്കിൽ വെള്ളരിക്കയുടെ നീര് തേച്ചാൽ മതി കേട്ടോ ഗൈസ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. അതായത് എന്താ പറയണ്ടേ, ഇത് മുട്ടയുടെ മഞ്ഞക്കുരു എന്നൊക്കെ പറയും. അത് സോറി ഗൈസ്, ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയണ്ടേ, മുട്ട അവിച്ചതെന്ന് പറയും, പുഴുങ്ങിയതെന്ന് പറയും, വേവിച്ചതെന്ന് പറയും, ഇങ്ങനെയൊക്കെ പറയും. അപ്പം അതുപോലെയാണ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ചില സമയത്ത് എൻ്റെ ഒരു ഐസ്ക്രീം പരുവത്തിലാണ് കേട്ടോ ഇരിക്കുന്നുണ്ടല്ലേ, കണ്ടില്ലേ, നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല ഗൈസ്, നമുക്ക് ചെയ്യാൻ കേട്ടോ. അതായത് ഞാൻ ഇനി പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഫേസ് എന്തായാലും പുറത്ത് പോകുന്നുണ്ട്, അപ്പം ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. ഇപ്പം കഴുത്തിലൊന്നും ചെയ്ത് നിൽക്കേണ്ട സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഗൈസ് ഒരു 10 മിനിറ്റ് ശേഷം വാഷ് ചെയ്തിട്ടുള്ള ഫേസാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ്, പിമ്പിൾസ്, പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം മാറി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഫേസ് പാക്കാണ്, എഗ് ഫേസ് പാക്കാണ് കേട്ടോ. ഇത് ഒരുപാട് ചിലവും കാര്യങ്ങളൊന്നുമില്ല, ഒരു 20 രൂപ ഉണ്ടായിരുന്നാലും മതി ഗൈസ്. നമ്മൾ അഡീഷണലായിട്ട് മേടിക്കാനുള്ളത് പിന്നെ കടലമാവുകളും ചിലരുടെ വീട്ടിലൊന്നും അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവില്ല. ഒരു കടലമാവ് ഒരു 100 ഗ്രാമൊക്കെ മേടിച്ചത് കേട്ടോ, 20 രൂപയ്ക്കകത്തൊക്കെ ആവുള്ളൂ. അപ്പോൾ ബാക്കി നമ്മുടെ
വീട്ടിൽ മുട്ടയും പിന്നെ അതുപോലെ തന്നെ പാലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് മേടിക്കുന്നതാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഫേസിലുള്ള ടാനൊക്കെ മാറാൻ വേണ്ടി സഹായിക്കും. സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എൻ്റെ ഫേസിൽ കാണില്ലേ, ഒരു വാഷ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫേസാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഈ 3 ഐറ്റം ഉണ്ടെങ്കിലും അടിപൊളി ഫേസ് പാക്ക് നമുക്ക് തന്നെ തയ്യാറാക്കി എടുക്കാം. ഒരു ബ്യൂട്ടി പാർലറിലൊന്നും പോയി പൈസ ഒന്നും കളയേണ്ട ഗൈസ്. അടിപൊളി വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഫേസ് പാക്കാണ്. എല്ലാം ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റാ.